നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. ഇടത്തരം വരുമാനമുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് കോളേജ് പഠനം സൗജന്യമായി നൽകുന്നതാണെന്ന് ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കുമോ പ്രഖ്യാപിച്ചു. 2 വർഷത്തെയും 4 വർഷത്തെയും ബിരുദ കോഴ്സുകൾക്കാണ് സൗജന്യം അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ കോളേജ് വിദ്യാഭ്യാസം സൗജന്യമായി നൽകുന്ന അമേരിക്കയിലെ ആദ്യ സംസ്ഥാനമാകും ന്യൂയോർക്ക്. സെനറ്റ് പാസാക്കിയ ബിൽ ഗവർണർ ഒപ്പുവെച്ചു. ഇപ്പോൾ $1 ലക്ഷം താഴെ വരുമാനമുള്ള കുടുംബത്തിനാണ് സൗജന്യം അനുവദിച്ചിരിക്കുന്നത്. ക്രമേണ വരുമാന പരിധി $1,25,000 ഉയർത്തുന്നതാണ്. ഇപ്പോൾ 4 വർഷത്തെ പഠനത്തിന് ഓരോ വർഷവും $6,470, 2 വർഷത്തെ കമ്മ്യൂണിറ്റി കോളേജ് വിദ്യാഭ്യാസത്തിന് $4,350 ചിലവ് വരിക. ആദ്യ വർഷം ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി $163 മില്യൺ ചിലവ് പ്രതീക്ഷിക്കുന്നത്. പുതിയ US സർജൻ ജനറലായി സിൽവിയ ട്രെന്റ് ആഡംസിനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമിച്ചു. പ്രസിഡന്റ് ഒബാമ നിയമിച്ച ഇന്ത്യൻ വംശജനായ ഡോക്ടർ വിവേക് മൂർത്തിയെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സർജൻ ജനറലായ സിൽവിയയെ നിയമിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഒബാമയുടെ അഫോർഡബിൾ ഹെൽത്ത് കെയർ പദ്ധതി നടപ്പിലാക്കാൻ നിർണായക സ്ഥാനം വഹിച്ച ഡോക്ടർ മൂർത്തിയുടെ സ്ഥാനചലനം മുൻപ് തന്നെ പ്രതീക്ഷിച്ചതാണ്. കാൻസസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ ഡീനായി അമിത് ചക്രവർത്തിയെ നാമനിർദ്ദേശം ചെയ്തു. ഫിസിക്സിൽ ഡോക്ടറേറ്റുള്ള ഇദ്ദേഹം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. 24ഓളം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് കാൻസസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റേഴ്സ് ബിരുദം നേടിയ ഇദ്ദേഹം മിനസോട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയത്. യൂണിവേഴ്സിറ്റി ഓഫ് ഡാലസ് നവീൻ ജിൻഡാൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ 2ാമത് ഫ്യൂച്ചർ CEO അവ്ലെ അവാർഡ് ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി അഭിനവ് വർമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി. സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾക്കും നേതൃപാടവത്തിനുമായി നൽകുന്ന ഈ അവാർഡ് 2015 ആരംഭിച്ചത്. $25,000 അവാർഡിന് ലഭിക്കുക. 2017 പോൾ ആൻഡ് ഡെയ്സി സർവീസ് ഫെലോഷിപ്പിന് 6 ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികൾ അർഹരായി. പഠന മികവിനും സമൂഹത്തിന് നൽകുന്ന മികച്ച സംഭാവനകൾക്കുമായി കുടിയേറ്റക്കാർക്കും കുടിയേറ്റക്കാരുടെ പുതിയ തലമുറയിലുള്ളവരുമായ 30 വിദ്യാർത്ഥികൾക്കാണ് ഈ അവാർഡ് നൽകുക. എല്ലോറ ഇസ്രാനി, പ്രത്യുഷ കല്ലൂരി, സഞ്ജൻ കിഷോർ, ശിവാനി രാധാകൃഷ്ണൻ, സഞ്ജന സത്യൻ, അശ്വിൻ സത്യനാഥൻ എന്നിവർക്കാണ് അവാർഡ് ലഭിച്ചത്. അവാർഡ് ജേതാക്കൾക്ക് $25,000 വീതമാണ് ലഭിക്കുക. ഈ ഫെലോഷിപ്പിന് ഈ വർഷം 1775 അപേക്ഷകളാണ് ലഭിച്ചത്. ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കുന്നതിനായി ഡയറ്റ് സോഡ കുടിക്കുന്നത് മസ്തിഷ്ക ആഘാതത്തിനും ഡിമെൻഷ്യ രോഗത്തിനും കാരണമായേക്കാമെന്ന് പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ആഴ്ചയിൽ 1 തവണ കൃത്രിമ മധുരം ചേർത്ത പാനീയങ്ങൾ കഴിക്കുന്നവരിൽ ഇത് ഉപയോഗിക്കാത്തവരെ അപേക്ഷിച്ച് 3 ഇരട്ടി രോഗസാധ്യത ഉണ്ടാക്കുന്നതായി കണ്ടെത്തി. എന്നാൽ കൃത്രിമ മധുരം ശരീരത്തിൽ ഉണ്ടാക്കാവുന്ന ദൂഷ്യഫലങ്ങളെപ്പറ്റി കൂടുതൽ ബഹുർത്തും സൂക്ഷ്മവുമായ പഠനങ്ങൾ ആവശ്യമാണെന്ന് ഗവേഷണ മേധാവി മാത്യു പേസ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ വംശജനായ അവനീഷ് കൃഷ്ണമൂർത്തിക്കെതിരെ ഇൻസൈഡർ ഓഹരി കച്ചവടം നടത്തിയതിന് കേസെടുത്തു. ന്യൂമ്യൂറ സെക്യൂരിറ്റീസ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റായ ഇദ്ദേഹം ന്യൂ സ്റ്റാർ എന്ന കമ്പനി, ഗോൾഡൻ ഗേറ്റ്സ് ക്യാപിറ്റൽ എന്ന കമ്പനി വാങ്ങുവാനുള്ള തീരുമാനം രഹസ്യമായി അറിഞ്ഞ് ഓഹരി വിൽപ്പന നടത്തുക വഴി $48,000 സമ്പാദിച്ചതായാണ് കേസ്. US അറ്റോർണി ഓഫീസ് ഇദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കുറ്റമാണ് ആരോപിച്ചിരിക്കുന്നത്. കൃഷ്ണമൂർത്തിയുടെയും ഭാര്യയുടെയും സ്വത്തുക്കൾ കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. ന്യൂയോർക്ക് ഡിസ്ട്രിക്ട് സദേൺ അറ്റോർണിയായിരുന്ന പ്രീത് ഫരേരയ്ക്ക് പകരം വന്ന ജൂൺ കെ കിം നടത്തുന്ന ആദ്യ ഇൻസൈഡർ ട്രേഡിംഗ് കേസാണ് ഇത്. വ്യാജ ക്യാൻസർ ചികിത്സാ മരുന്നുകൾ വിൽക്കുന്ന 14 കമ്പനികളുടെ വിവരങ്ങൾ FDA പുറത്തുവിട്ടു. ഈ കമ്പനികൾ ഏതാണ്ട് 65ഓളം വ്യാജ മരുന്നുകളാണ് ക്യാൻസറിന് ഫലപ്രദമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് രോഗികളെ കബളിപ്പിച്ചു വന്നിരുന്നത്. ഇതിൽ ഭൂരിഭാഗം കമ്പനികളും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ചാണ് വ്യാപാരം നടത്തിയിരുന്നത്. ഇത്തരം വ്യാജ പരസ്യങ്ങളിൽ കുടുങ്ങിപ്പോകരുതെന്ന് FDA എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഡഗ്ലസ് സ്റ്റേൺ മുന്നറിയിപ്പ് നൽകി.
ഇന്ത്യൻ വംശജനായ റയൻ നിബു അണ്ടർ 18 വിഭാഗത്തിൽ ദേശീയ ബാഡ്മിന്റൺ ടീമിൽ ഇടം നേടി. ജൂലൈയിൽ നടക്കുന്ന പാനാം ചാമ്പ്യൻഷിപ്പിലും ഈ വർഷാവസാനം ജാക്കർത്തയിൽ നടക്കുന്ന ലോക ജൂനിയർ ഷട്ടിൽ ചാമ്പ്യൻഷിപ്പിലും റയൻ അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നതാണ്. അമേരിക്കയിൽ ടെക്സസിൽ താമസിക്കുന്ന നിബു പോളിന്റെയും മീന ചിറ്റിലപ്പള്ളിയുടെയും മകനാണ് റയൻ. ഫോമയുടെ ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന നാഷണൽ കോൺഫറൻസിന്റെ ഹ്യൂസ്റ്റൺ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് നാഷണൽ പ്രസിഡന്റ് ബെന്നി വെച്ചാച്ചിറ, സ്ഥാപക പ്രസിഡന്റ് ശശിധരൻ നായർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ടു. ഫോമ നേതാക്കളായ ബാബു തെക്കേക്കര, ഹരി നമ്പൂതിരി, ലക്ഷ്മി പീറ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ഇവിടെ മീറ്റിങ്ങിൽ വന്നത് ഒരു നിമിത്തമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഫോമ തുടങ്ങിയത് സദേൺ റീജിയണലായ ഹ്യൂസ്റ്റണിൽ നിന്നാണ്. ഫോമയുടെ പ്രഥമ പ്രസിഡന്റ് ശ്രീ ശശിധരൻ നായർ, പ്രഥമ ട്രഷറർ MG മാത്യു, ഇവരെല്ലാവരും ഉൾപ്പെട്ട ഒരു റീജിയൻ, സദേൺ റീജിയൻ, അതായത് ഹ്യൂസ്റ്റണിലെ ഹിൽട്ടൺ ഹോട്ടലിൽ വെച്ചാണ്, ഞാൻ ഓർക്കുന്ന ഹിൽട്ടൺ ഹോട്ടലാണെന്ന് വിചാരിക്കുക, ഹിൽട്ടൺ ഹോട്ടലിൽ വെച്ചാണ് ഫോമ ജന്മമെടുക്കുന്നത്. അപ്പം അതിനുശേഷം ആ ഒരു ശിശുവിനെ ഇന്ന് വളർത്തി 65 സംഘടനകളുള്ള വടക്കേ അമേരിക്കൻ മലയാളികളുടെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റുവാൻ സാധിച്ചത് തീർച്ചയായിട്ടും വടക്കേ അമേരിക്കയിലെ എല്ലാ മലയാളികളുടെയും ഫോമയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള, മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഓരോ വ്യക്തികളുടെയും കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ അവസരത്തിൽ ഞാൻ അവരെല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. വളരെയധികം ചെറുപ്പക്കാർ ഫോമയുടെ പ്രവർത്തന നിരയിലേക്ക്, അസോസിയേഷൻ്റെ മുൻ നിരയിലേക്ക് കടന്നു വരികയും ഫോമയിൽ വളരെയേറെ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് വരെ അലങ്കരിക്കുന്ന 31 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇന്ന് ഫോമയിലുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ വന്ന ഒരു വ്യതിയാനമാണ്. ഫോമയുടെ പ്രസിഡന്റ്, അതുപോലെ റീജിയണൽ പ്രസിഡന്റ്, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരിറങ്ങിയിരിക്കുന്നത്. സംഘടന പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യം അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് നമ്മളെ ഒന്ന് പുഷ് ചെയ്തില്ല എങ്കിൽ ചിലർ വിചാരിക്കും ഫോമയല്ല അങ്ങ് നമ്മുടെ നാട്ടിലെ വടക്കേ ഇന്ത്യയിലെ കാര്യം പറയുന്നവരങ്ങ് വടക്കുള്ളതാ, തെക്കോട്ടൊന്നും ഒന്നും ഇല്ലയോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടെയാണ് ൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്ന ഹെൽപ്പ് ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ അവർക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്ന വേദികൾ, ഇതൊക്കെ വളരെ കുറവാണ്. ശരിക്കും എന്തെങ്കിലും ഒരു ഡിഫറൻസ്, കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരാനുള്ള ഒരു ആലോചനയിലാണിപ്പോൾ ഹ്യൂസ്റ്റൺ വിമൻസ് ഫോറം. ഞങ്ങളുടെ കമ്മിറ്റി ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു, പക്ഷെ എല്ലാ മെമ്പേഴ്സും എത്തിയിട്ടില്ല. സദേൺ റീജിയന്റെ ഈ കാരണത്തിന് ഇതിന് മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ റീജിയന്റെ മുൻ ആൾക്കാരായിട്ട് ഞങ്ങളിവിടെ കുറച്ച് പേർക്കുണ്ട്. എന്നും ഞങ്ങൾക്ക് ഒരു 10-12 പേരെ എപ്പോഴും മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാലും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഉള്ള ആശംസകൾ അർപ്പിക്കുന്നു. 2006 നമ്മളെല്ലാം വിജയിച്ച് ശശി എടുത്തിരുന്ന റൂമിൽ US മീഡിയയുടെ നേതൃത്വത്തിൽ അമേരിക്കയിൽ അവതരിപ്പിക്കുന്ന ദിലീപ് ഷോ 2017 പങ്കെടുക്കുന്ന കലാകാരന്മാർക്ക് ഹ്യൂസ്റ്റണിൽ സ്വീകരണം നൽകി. മയൂരി റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന സ്വീകരണത്തിൽ US മീഡിയയുടെ CEO ഡോക്ടർ സക്കറിയ തോമസ് എല്ലാവരെയും ഷോയിലേക്ക് സ്വാഗതം ചെയ്തു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു സ്വാഗതം അർപ്പിക്കാനുള്ളതാണ് എന്നിലെ എൻ്റെ ഏൽപ്പിച്ച ചുമതല. കാരണം എൻ്റെ കൂടെ 4 പേരുണ്ട്. റിവി ടോമിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ആ ചിരിയോടുകൂടി ഇവിടെ ഉണ്ടായ ചിരിയോടുകൂടി തന്നെ എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ളത്. ഏലൂർ ജോർജ് ഉണ്ട്. ജോർജിനെ ഞങ്ങളുടെ കൂടാണ് ആദ്യമായിട്ട് വരുന്നത്. എന്നാൽ ജോർജിനെ ഇവിടെ എല്ലാവർക്കും അറിയാം. ജോർജിനെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ
ഹരിശ്രീ യൂസഫ് ഉണ്ട്. കഴിഞ്ഞ 3 പ്രാവശ്യം ഞങ്ങളോട് ഉണ്ടായിരുന്നു. യൂസഫിനൊരു നാദർഷ പറഞ്ഞൊരു സംഭവമുണ്ട്. അല്ല, വെടിക്കെട്ട് ആർട്ടിസ്റ്റാണ്, ഭയങ്കര ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തെ അത് കറക്റ്റുമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. രമേശ് ഷാഡി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആബ്സൻസ് ഐ ആം വെൽക്കിംഗ് യു ബിക്കോസ് മാറ്റങ്ങൾ ഒരുപാടുണ്ടായി. 2017 ഷോയ്ക്ക് ഈ ഞങ്ങൾ ആദ്യം സംസാരം ഉണ്ടായത് 2 countries players എന്നുള്ള രീതിയിൽ വരാമെന്നുള്ള ചിന്തയും ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് നിങ്ങളുടെ ഇവിടെ തന്നെ മമത നേരത്തെ വന്നു. അങ്ങനെ പുതിയ മാറ്റങ്ങളും കാര്യങ്ങളും അങ്ങനെ വീണ്ടും കാവ്യ ഇതില് കാവ്യ നവ്യയും നമിതയും ഇതിൽ മിണ്ടാണ്ടിരിക്കില്ല. അപ്പോ അതിനുശേഷം ഇതിന്റെ പ്രോഗ്രാമൊക്കെ അനൗൺസ് ചെയ്തു. അതിന്റെ ഇടയിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു. അപ്പൊ അങ്ങനെ പുതിയ പുതിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ഇതൊന്നും അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിശേഷങ്ങൾ എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. ഷോയിൽ എന്താണ് എന്നാണ് ചോദ്യം. പറയുന്ന പോലെ ഷോയിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ നേരിട്ട് ഒന്ന് കാണണം. 100% എന്റർടൈൻമെന്റ് ഷോ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ ചിരിക്കാനും ആഘോഷമാക്കാനും തന്നെയാണ് വരുന്നത്. അത് 100% സിൻസിയറായിട്ട് ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി അതിനൊരു ശ്രമം എന്ന് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും പറയാറ്. അപ്പോ എന്താ പറയാ, ഒരു വെള്ള പേപ്പർ പോലെ ആസ്വദിക്കാനായിട്ട് എല്ലാവരും വരിക. അല്ല നഷ ഇതില് അല്ല വെള്ള പേപ്പർ അവരുടെ മനസ്സിലാക്കണം. എന്നാലാണല്ലോ രസകരമായിട്ടുള്ള ചിത്രങ്ങൾ അതിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു 3-3.5 മണിക്കൂർ ഗംഭീരമായിട്ട് ആസ്വദിക്കാനുള്ള സംഭവം. നിങ്ങള് ഷോയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ഷോസ് ഇവിടെ വരുന്നതാണ്. ഇവിടെ ഷോസിന് ഞങ്ങൾ വരുന്ന സത്യം പറഞ്ഞാല് ഒരു ജനങ്ങള് അല്ലെങ്കിൽ നമ്മളെ വളർത്തുന്ന, നമ്മളെ നിലനിർത്തുന്ന ഓഡിയൻസ് ആയിട്ടുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ പലപ്പോഴുമാണ് നമ്മളൊക്കെ നേരിട്ട് കാണുന്നത്. നമ്മുടെ ജോലിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. പക്ഷെ നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് നമ്മളെ നിലനിർത്തുന്നത്, വളർത്തുന്നത്. അപ്പോ തമാശകളും പാട്ടുമൊക്കെ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങള്, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ ഓരോ ഷോയ്ക്ക് വരുമ്പോഴും മനസ്സിലാക്കാറുണ്ട്. അതൊക്കെ ഞങ്ങളുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഓരോ പെർഫോമൻസിനും ഞങ്ങൾക്ക് ഗുണമായിട്ടുണ്ട്. അതുപോലെ ദിലീപ് ഷോ 2017 ഗംഭീരമായിട്ടുള്ള വിജയമാക്കേണ്ടത് ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ടായാൽ മാത്രമാണ്. ഇപ്പോൾ ഇവിടുത്തെ അമേരിക്കയിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളെയും, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഈ ഷോയിലേക്ക് ഞങ്ങള് ഹ്യൂസ്റ്റണിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷു വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കുകയുണ്ടായി. ഹ്യൂസ്റ്റൺ നഗരത്തിലെ നിരവധി വിശ്വാസികൾ ഈ ആഘോഷത്തിൽ പങ്കെടുത്തു.
ഷിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയി പി തോമസിന്റെ ഹെൽത്ത് ടിപ്സ്. ഇന്ന് ദുബായിൽ നിന്ന് കൈരളി ടിവിയുടെ ഒരു പ്രേക്ഷക അയച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കാം. ചോദ്യത്തിൻ്റെ ചുരുക്കം ഇതാണ്. അവർ അവരുടെ 47 വയസ്സുള്ള ഭർത്താവിന് വേണ്ടിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അടുത്ത കാലത്ത് നടത്തിയൊരു റെഗുലർ ചെക്കപ്പിൽ ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ഡോക്ടർ കണ്ടു. വീണ്ടും 3 തവണ കൂടി ചെക്കപ്പ് ചെയ്തപ്പോഴും ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് മരുന്ന് കഴിക്കണമെന്ന് അദ്ദേഹത്തെ ഡോക്ടർ ഉപദേശിച്ചു. അദ്ദേഹത്തിന് മെഡിക്കൽ കംപ്ലയിൻസ് ഒന്നുമില്ല, പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് അദ്ദേഹം ഇന്നും വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, മരുന്ന് കഴിക്കുന്നതിൽ എന്നും വിമുഖതയുള്ള ഒരാളാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തെ ഉപദേശിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി എല്ലാ ആഴ്ചയും കൈരളി ടിവിയുടെ ഈ മെഡിക്കൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളായിരിക്കുന്നതിനാൽ അദ്ദേഹത്തെ ഉപദേശിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഹൈ ബ്ലഡ് പ്രഷറിനെ പറ്റി ചില പൊതുവായ സംഗതികൾ പറയാം. ബേസിക് തിങ്സ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ നിർവചനം അനുസരിച്ച് നോർമൽ ബ്ലഡ് പ്രഷർ 120/80 ആണ്. അത് 140/90 ആയിക്കഴിഞ്ഞാലും അതിനെ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കത്തില്ല എങ്കിലും അത് പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് അറിയപ്പെടുന്നു. ഈ പ്രീ ഹൈപ്പർ ടെൻഷന് ചികിത്സിക്കപ്പെടേണ്ടതല്ല എങ്കിലും അനേക രോഗികൾ കാലക്രമേണ ഹൈ ബ്ലഡ് പ്രഷർ രോഗികളായി തീരാറുണ്ട്. അതുകൊണ്ട് ഇത്തരം ബ്ലഡ് പ്രഷറും തുടർച്ചയായി നിരീക്ഷിച്ചിരിക്കേണ്ടതാണ്. 140/90 കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നതാണ് ഹൈ ബ്ലഡ് പ്രഷർ. അതുതന്നെ 3 സ്റ്റേജിൽ വിവരിക്കപ്പെടുന്നുണ്ട്. ബ്ലഡ് പ്രഷർ എന്തുമാത്രം കൂടിയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ബ്ലഡ് പ്രഷർ കൂടുന്നതിനനുസരിച്ച് ബ്ലഡ് പ്രഷർ മൂലമുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നു. ബ്ലഡ് പ്രഷർ ഒരു സൈലന്റ് കില്ലറാണെന്ന് ഓർത്തിരിക്കണം. പലപ്പോഴും ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ കിഡ്നി തകരാറുകളോ ഉണ്ടായിട്ട് ശേഷമാണ് രോഗികൾ അവർ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായി എന്ന് അറിയുന്നത്. അതുകൊണ്ട് ഹൈ ബ്ലഡ് പ്രഷർ നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടാൽ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ചികിത്സിക്കപ്പെടേണ്ടതാണ്. എങ്കിലും ബ്ലഡ് പ്രഷർ വളരെ കൂടുതലല്ല എങ്കിൽ പ്രാഥമിക വേളയിൽ പലപ്പോഴും മരുന്ന് കൂടാതെ ചില ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് രോഗം വളരെ നാളത്തേക്ക് നിയന്ത്രിച്ച് നിർത്തുവാനായിട്ട് സാധിക്കും. ആ മാർഗങ്ങളിലെ ചിലവയെപ്പറ്റി ഇന്ന് ഞാൻ പറയാം. ഹൈ ബ്ലഡ് പ്രഷറുള്ള രോഗികൾ അവരുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാൻ അമേരിക്കൻ സൊസൈറ്റി ഫോർ ഹൈപ്പർ ടെൻഷൻ മരുന്ന് കൂടാതെ 10 മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അവയിൽ ഒന്നാമത്തെ മാർഗം അമിതമായ വണ്ണമുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാൻ ശ്രമിക്കുക എന്നതാണ്. ഒരാൾക്ക് അമിതമായ വണ്ണമുണ്ടോ എന്നത് അയാൾക്ക് എത്ര പൗണ്ട് അല്ലെ എത്ര കിലോഗ്രാം വെയ് ചെയ്യുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ച് നിശ്ചയിക്കുന്നത് ശരിയല്ല. കാരണം 5 അടി നീളമുള്ള ഒരാളുടെയും 6.5 അടി നീളമുള്ള ഒരാളുടെയും അവർക്കുണ്ടായിരിക്കേണ്ട നോർമൽ വെയിറ്റ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് വെയിറ്റും ഹൈറ്റും ആനുപാതികമായി കണക്കിലെടുക്കുന്ന മറ്റൊരു അളവുണ്ട്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചാൽ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണെന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും അറിയാമെങ്കിൽ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ചെയ്ത് ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് ആരോഗ്യമുള്ള നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബോഡി മാസ് ഇൻഡെക്സ് 25-ൽ താഴെയായിരിക്കണം. 25-നും 30-നും ഇടയിലാണെങ്കിൽ അത് ഓവർ വെയ്റ്റായി കണക്കാക്കപ്പെടും. 30-നും മുകളിലാണെങ്കിൽ അത് ചികിത്സിക്കപ്പെടേണ്ട ഒബേസിറ്റി, അമിതമായ മേധസ് ഒരു രോഗമായി കണക്കാക്കപ്പെടും. ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനുള്ള രണ്ടാമത്തെ മാർഗം ദിവസവും 30 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക എന്നതാണ്. വേഗത്തിൽ നടക്കുന്നതോ ജോഗ് ചെയ്യുന്നതോ സൈക്കിൾ ചവിട്ടുന്നതോ വെള്ളത്തിൽ നീന്തുന്നതോ ട്രെഡ്മില്ലിൽ കയറുന്നതോ ഡാൻസ് ചെയ്യുന്നതോ എന്തുമാകാം. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്തിരിക്കണം എന്നതാണ് പ്രധാനം. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള മൂന്നാമത്തെ മാർഗം ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതി സ്വീകരിക്കണമെന്നതാണ്.
ഡയറ്റ് എക്സ്പേർട്സിനോട് ചോദിച്ചാൽ അവരൊരുപക്ഷെ പറയും മെഡിറ്ററേനിയൻ ഡയറ്റാണ് ഹൈ ബ്ലഡ് പ്രഷർ രോഗികൾക്ക് നല്ലതെന്ന്. എന്നാൽ അതിനായി പ്ലെയിനിൽ കയറി മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മതിയാകും. നമ്മുടെ വെണ്ടയ്ക്ക, വഴുതനങ്ങ, പാവയ്ക്ക, മുരിങ്ങയ്ക്ക, ചീര, മത്തങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയവയെല്ലാം ഹൈ ബ്ലഡ് പ്രഷർ രോഗികൾക്ക് അനുയോജ്യമായ വെജിറ്റബിൾസാണ്. അതുപോലെ നമ്മുടെ ഓമയ്ക്കയും പേരയ്ക്കയും ചാമ്പയ്ക്കയും മാങ്ങയും എല്ലാം നല്ല പഴവർഗ്ഗങ്ങളുമാണ്. നെയ്യുടെയും വെണ്ണയുടെയും അളവ് കുറയ്ക്കുവാൻ ശ്രമിക്കുക. കൊഴുപ്പ് കൂടിയ മാംസാഹാരങ്ങളും ലിമിറ്റ് ചെയ്യുക. തവിടുള്ള ബ്രൗൺ റൈസ് കഴിയുമെങ്കിൽ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. 4ാമത്തെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനുള്ള മാർഗം ഉപ്പിൻ്റെ, സോഡിയം സോൾട്ടിൻ്റെ ഉപയോഗം 1500 മില്ലിഗ്രാമിൽ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നതാണ്. 5ാമത്തെ മാർഗം വളരെ അപൂർവമായി ഒരു പങ്കാളുകളിൽ കഫീൻ കൂടിയാൽ അവരുടെ ബ്ലഡ് പ്രഷർ കൂടും. കാപ്പിയോ ചായയോ കുടിച്ചു കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കഫീൻ കലർന്ന എല്ലാ പാനീയങ്ങളും നിയന്ത്രിക്കേണ്ടതാണ്. 6ാമത്തെ മാർഗം ബ്ലഡ് പ്രഷറുള്ള രോഗികൾ മദ്യം ഉപയോഗിക്കുന്നെങ്കിൽ മിതമായി മാത്രം ഉപയോഗിക്കുക. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹൈ ബ്ലഡ് പ്രഷറുള്ള രോഗികൾ ബിയർ ആണെങ്കിൽ 12 ഔൺസ്, വൈനാണെങ്കിൽ 5 ഔൺസ്, ഹാർഡ് ലിക്കർ, വിസ്കി, സ്കോച്ച്, ബ്രാൻഡി മുതലായവയാണെങ്കിൽ 1.5 ഔൺസ് ഈ അളവിൽ കൂടുതൽ കഴിച്ചാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കും. 7ാമത്തെ മാർഗം ഹൈ ബ്ലഡ് പ്രഷറുള്ള രോഗികൾ പുകവലിക്കാൻ പാടില്ല. പുകവലിച്ചാൽ ഹൈ ബ്ലഡ് പ്രഷർ കൂടും. 8ാമത്തെ മാർഗം മാനസികമായ സംഘർഷം, സ്ട്രെസ് ഒഴിവാക്കുവാൻ കഴിവതും ശ്രമിക്കുക എന്നതാണ്. എല്ലാ ദിവസവും 10-15 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനായിട്ട് സഹായിക്കും. ഇന്ന് മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് മെഡിറ്റേഷൻ എല്ലാ ബ്ലഡ് പ്രഷർ ചികിത്സാ കേന്ദ്രങ്ങളിലും രോഗികളെ പരിശീലിപ്പിക്കാറുണ്ട്. അതിത് നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന പ്രാണായാമത്തിൻ്റെ ആധുനികമായ ഒരു പതിപ്പായി കരുതണം. 9ാമത്തെ നിർദ്ദേശം, കഴിയുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരു ബ്ലഡ് പ്രഷർ മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഇടയ്ക്കിടയ്ക്ക് അളന്നു നോക്കുക. ബ്ലഡ് പ്രഷർ കൂടുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുമൂലം കഴിവതും വേഗം ഡോക്ടറുടെ സഹായം നേടുവാനായിട്ട് സാധിക്കും. 10ാമത്തെ പ്രധാനപ്പെട്ട മാർഗം മാനസികമായി ആരോഗ്യകരമായ ഒരു ജീവിത വീക്ഷണം പുലർത്തുവാൻ ശ്രമിക്കുക എന്നതാണ്. കോപം, ക്രോധം, വൈരാഗ്യം, വൈര്യനിര്യാത ബുദ്ധികൾ ഉപേക്ഷിച്ച് സന്തുഷ്ടമായി സ്നേഹപൂർവ്വം ജീവിതം നയിക്കുവാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ചിരിക്കാൻ മറക്കാതിരിക്കുക. ഈവൻ ടുഡേ ലാഫ്റ്റർ ഈസ് എ വെരി ഗുഡ് മെഡിസിൻ. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ വൈ പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.